ആര് വിജയിക്കും ഈ സൺഡേ ബാഷ് ക്രിക്കറ്റ് ഫൈനൽ? കപ്പെടുക്കുന്നത് ആരായിരിക്കും? യുഎഇ റോയൽസ് ആണോ അതോ അറേബ്യൻ കിങ്സ് ആണോ? കാത്തിരിക്കാം. ഇനി 4 പന്തുകൾ മാത്രം, 4 പന്തുകൾ. ആവേശകരമായ ഫൈനൽ മത്സരം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആവേശം, ക്രിക്കറ്റിന്റെ സകല ആവേശങ്ങളും ആവാഹിച്ച ഒരു ഫൈനൽ മത്സരം. ഷാരിഖിന്റെ അടുത്ത പന്ത് ഒരു കൂറ്റനടിയിലൂടെ സിക്സറിലേക്ക്. ഇനി വേണ്ടത് 3 പന്തുകളിൽ 10 റൺസ്. 10 റൺസ് മാത്രമാണ്. അലീദി വിജയത്തിലേക്ക് എത്തിക്കുമോ ടീമിനെ? ഓഹോ, അങ്ങകലേക്ക്, അങ്ങ് ദൂരേക്ക്. 3ാമത്തെ പന്തും ഷാനെതിരെ 6 നേടുന്നു. അടുത്ത പന്തും ഗിരിധർ തുടരെ ബാക്ക് ടു ബാക്ക് 6കൾ നേടുന്നു. അലിക്കെതിരെ ഗിരിധർ അല്ലറു ഷോട്ട്, സ്ട്രൈറ്റിലോട്ടൊരു 6 നേടുന്നു. റഊഫ് പുന്നക്കൽ 100 റൺസും കടന്നുകൊണ്ട് പാർട്ണർഷിപ്പ്. ആവേശകരമായ ഫൈനൽ. അവസാന ബോളിൽ ഗിരിധർ ഒരു 6 വഴങ്ങുന്നു. പ്രണവിന്റെ ബാറ്റിൽ നിന്ന് അത്യുജ്വല 6. ഓഹോ, ഫൈനലിൽ ഒരു മേഡൻ ഓവർ വിക്കറ്റ് സംഭവിക്കുന്നു. ഉണ്ണി മുകുന്ദൻ മുഖ്യ ബൗളേഴ്സ് അടി വാങ്ങി കൂട്ടിയ ഒരു മത്സരത്തിലാണ് ഒരു മേഡൻ ഓവർ എറിഞ്ഞു മാറുന്നത്. അതും ഗിരിധർ ഉയർത്തിയടിക്കുന്നു. ഓഹോ, സ്വന്തം ബൗളിംഗിൽ റിട്ടേൺ ക്യാച്ചിലൂടെ 2 വിക്കറ്റുകൾ തുടരെ. രോഹിത്, പഞ്ചാബിന്റെ താരം, രഞ്ജി ട്രോഫിയിൽ പഞ്ചാബിന് വേണ്ടി കളിച്ച 16 ടീമുകൾ പങ്കെടുത്ത സൺഡേ ബിഗ് ബാഷിന്റെ ടോസാണ് നടക്കുന്നത്. ഫൈനൽ മത്സരം അറേബ്യൻ കിങ്സ് യുഎഇ റോയൽസ്. ടോസ് നടക്കുന്നു. അറേബ്യൻ കിങ്സ് ടോസ് ലഭിക്കുന്നു. ബാറ്റിംഗ് ഡിസിഷൻ, ബാറ്റിംഗ് എടുക്കുന്നു അറേബ്യൻ കിങ്സ്. ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലാണ്. ഫൈനൽ മത്സരം അറേബ്യൻ കിങ്സിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു സുനീർ ആൻഡ് യാസിർ. സൺഡേ ബാഷ് ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനൽ മത്സരം. ആദ്യ ഓവറിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സുനീറിന്റെ സ്ട്രൈറ്റിലോട്ട് ഒരു ഷോട്ട്, ഒരു ബൗണ്ടറി നേടുന്നു. കഴിഞ്ഞ പന്തിൽ ഷാലവിന്റെ ബൗളിംഗിൽ ഒരു വിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നു യുഎഇ റോയൽസ്. ഒരു നോ ബോൾ. പന്ത് ബൗണ്ടറിയിലേക്ക്. ഒരു 5 എക്സ്ട്രാ റൺ ലഭിക്കുന്നു. അറേബ്യൻ കിങ്സിന് വേണ്ടി ന്യൂ ബാറ്റർ ജോമി ക്രീസിലെത്തിയിരിക്കുന്നു. ഈ ടൂർണമെന്റിലെ തന്നെ മികച്ച താരമാണ് ജോമി. ടോപ്പ് സ്കോററിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്നു. ഷാലവിന്റെ ഓവറിൽ അടുത്ത ബോൾ ഒരു ഡോട്ട് ബോൾ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായിരുന്നു അറേബ്യൻ കിങ്സിന്. അതുകൊണ്ട് തന്നെ വിക്കറ്റുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള കളിയാണ് ജോമി ഇപ്പോൾ വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു യുഎഇ റോയൽസിന് വേണ്ടി പ്രണവ്. പ്രണവിന്റെ ആദ്യ ബോൾ യാസിർ ഒഴിവാക്കി വിടുന്നു. രണ്ടാമത്തെ പന്തിൽ യാസിറിന്റെ ബാറ്റിൽ നിന്ന് പ്രണവിനെതിരെ ഒരു കൂറ്റൻ 6 പിറക്കുന്നു. ഈ ടൂർണമെന്റിലെ ഫൈനലിലെ ആദ്യ 6. പ്രണവിനെതിരെ ഒരു ഡോട്ട് ബോൾ. കഴിഞ്ഞ പന്തിൽ 6 നേടിയിരുന്നു യാസിർ. മോശം പന്തുകൾക്ക് മാത്രം കാത്തു നിന്നുകൊണ്ട് സൂച്ചനടികൾ നടത്താനുള്ള ശ്രമമാണ് യാസിറിൻ്റെത്. സ്ട്രൈറ്റിലോട്ടൊരു കൂറ്റൻ 6 പിറക്കുന്നു. ഈ ഓവറിൽ രണ്ടാമത്തെ 6 യാസിറിന്റെ ബാറ്റിൽ നിന്ന്. യാസിർ വീണ്ടും യാസിറിന്റെ ബാറ്റിൽ നിന്ന് കൂറ്റൻ 6കൾ പിറക്കുന്നു. പ്രണവിനെതിരെ ഈ ഓവറിൽ 3ാമത്തെ 6 ആണ്. യുഎഇ ടെന്നീസ് ക്രിക്കറ്റിലെ ബാറ്റർമാരിൽ ക്ലാസിക്കും ഹിറ്ററും ഇഴുകിച്ചേർന്ന സമന്വയിപ്പിച്ച് കളിക്കുന്ന ഒരു ബാറ്റർ കൂടിയാണ് യാസിർ. ഓവറിലെ അവസാന ബോൾ
ഈ ഓവറിൽ 3 സിക്സുകൾ നേടിയിരുന്നു യാസർ. അടുത്ത പന്ത് ഒഴിവാക്കി വിടുന്നു. വൈഡ് സിഗ്നൽ അമ്പയർ. ഇവിടെ രണ്ടാമത്തെ ഓവർ അറേബ്യൻ കിങ്സിന് അനുകൂലമാക്കി മാറ്റുന്നു യാസർ. ഓവറിൽ അവസാന ബോൾ. ഫീൽഡറുണ്ട്, റൺ നേടാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിരിക്കുന്നു ഷാലു. പവർ പ്ലേയിലെ അവസാന ഓവറാണ്. ഷാലു ആദ്യ ഓവറിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നു. ഓഹോ, ജോമിയുടെ ബാറ്റിൽ നിന്നും പിറക്കുന്ന ഒരു കൂട്ടൻ സിക്സർ ഷാലുവിനെതിരെ. ഓവറിലെ രണ്ടാമത്തെ ബോൾ. ജോമി ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട്, ക്ലാസിക് ഷോട്ട്. ഒരു 4 നേടുന്നു ജോമിയുടെ ബാറ്റിൽ നിന്ന് കിങ്സ് അറേബ്യന് വേണ്ടി. ഓ, മിസ്സായി പോകുന്നു ജോമിക്ക്. അദ്ദേഹം 2 പന്തുകൾ ബൗണ്ടറി വഴങ്ങിയതിന് ശേഷം ഷാലുവിന്റെ ശക്തമായ ഒരു തിരിച്ചു വരവ്. ഓഫിലേക്ക് ഒരു ഷോട്ട് ഫീൽഡ് ചെയ്യുന്നു പ്രണവ്. റൺ നേടാൻ സാധിക്കുന്നില്ല. ഫീൽഡറുണ്ട്, അല്ലി ഫീൽഡ് ചെയ്യുന്നു ഒരു സിംഗിൾ റൺ. മൂന്നാമത്തെ ഓവറിൽ അവസാന ബോൾ. ഷാലു ബൗൾ ചെയ്യുന്നു, സ്ട്രൈക്കിൽ യാസിർ. ഈ ഓവറിൽ യാസിറിന് അവസാന ബോളിലാണ് സ്ട്രൈക്ക് കിട്ടുന്നത്. ബോൾ ഫീൽഡർ പിറകെ പന്ത് ബൗണ്ടറിയിലേക്ക്. 3 ഓവർ പിന്നിടുമ്പോൾ അറേബ്യൻ കിങ്സ് ജോമി യാസിർ കൂട്ടുകെട്ടിലൂടെ 46 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. ആദ്യ ഓവറിൽ സുനീറിന് വിക്കറ്റ് നഷ്ടമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് യാസിർ ആൻഡ് ജോമി. UAE റോയൽസിന് വേണ്ടി 4ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു റിയാസ്. കഴിഞ്ഞ ACL ഫൈനലിലെ ബെസ്റ്റ് ബൗളറാണ്. BCCക്ക് വേണ്ടി 4 വിക്കറ്റുകൾ നേടിയിരുന്നു റിയാസ്. കപ്പടിച്ച ടീമിൻ്റെ കുന്തമുനയായി നിന്ന ബൗളറാണ് റിയാസ്. ഇന്നിവിടെ UAE റോയൽസിന് വേണ്ടി പന്തെറിയാനെത്തുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറേബ്യൻ കിങ്സ് 46 റൺസ്. സ്ട്രൈക്കിൽ ജോമി. ഓവറിലെ ആദ്യ ബോൾ. റിയാസിൻ്റെ ബോളിൽ റൺ കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഒരു ഡോട്ട് ബോൾ. റിയാസിൻ്റെ അടുത്ത ബോൾ. ലെഫ്റ്റ് സൈഡിലോട്ട് ഷോട്ട് ഫീൽഡറുണ്ട്, ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു യാസിർ. ഓവറിൽ അടുത്ത ബോൾ. സ്ട്രൈക്കിൽ യാസിർ. സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട് ഫീൽഡറുണ്ട് ആച്ചി ഫീൽഡ് ചെയ്യുന്നു, ഒരു സിംഗിൾ റൺ. ഓഹോ, റിയാസിന്റെ മനോഹരമായ ഒരു ബൗളിംഗ് മിസ്സായി പോകുന്നു. അടുത്ത ബോൾ. ലെഗ് സൈഡിലോട്ട് ഷോട്ട് ഫീൽഡർ അലി ഓടിയെത്തുന്നു, നന്നായി ഫീൽഡ് ചെയ്യുന്നു. 3 റൺ സേവ് ചെയ്യുന്നു UAE റോയൽസിന് വേണ്ടി. ഓവറിൽ അവസാന ബോൾ. ഒരു ഓഫിലേക്ക് ഒരു ഷോട്ട്. യാസിർ സിംഗിൾ നേടുന്നു. റിയാസിന്റെ മനോഹരമായ ഒരു ബോളിംഗ് ആയിരുന്നു. ഈ ഓവറിൽ ഒറ്റ ബൗണ്ടറി പോലും നേടാൻ അറേബ്യൻ കിങ്സിന് സാധിച്ചിട്ടില്ല. വളരെ കൃത്യമായി പന്തെറിയുന്നു റിയാസ് UAE റോയൽസിന് വേണ്ടി. 4 ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ്. ഷാൻ ആദ്യ ബോൾ. യാസിർ സിക്സറിന് പറത്തുന്നു ആദ്യ ബോളിൽ തന്നെ. ഷാൻ അടുത്ത ബോൾ. ഓഫിലേക്ക് ഒരു ബൗണ്ടറി നേടുന്നു. യാസിറിന്റെ ബാറ്റിൽ നിന്ന് തുടരെ 2 ബൗണ്ടറികൾ. ഓഹോ, അങ്ങ് ദൂരേക്ക് 3ാമത്തെ പന്തും ഷാനെതിരെ 6 നേടുന്നു യാസിർ. നേരത്തെ സൂചിപ്പിച്ചിരുന്നു UAE ടെന്നീസ് ക്രിക്കറ്റിലെ ഒരു അഭിവാജ്യ ഘടകം. സൈഡ് ചേഞ്ച് ആവുന്നു. 4ാമത്തെ ബോൾ. 4ാമത്തെ പന്തിലും നേടുന്നു ബൗണ്ടറി. യാസിർ തുടരെ നേടുന്നു ബൗണ്ടറികൾ അറേബ്യൻ കിങ്സിന് വേണ്ടി. ഇന്ന് കാലത്ത് സെഞ്ചുറി നേടിയ ഒരു ബാറ്ററാണ്. 35 പന്തുകളിൽ 5ാമത്തെ പന്ത്. യാസിർ സ്ട്രൈക്കിൽ ഒഴിവാക്കി വിടുന്നു. വൈഡ് സിഗ്നൽ അമ്പയർ. ഓഹോ, അവസാനം കീഴടങ്ങുന്നു. ഷാന്റെ ബൗളിംഗിൽ കീപ്പർ ക്യാച്ച് എടുത്തുകൊണ്ട് യാസിർ പുറത്താകുന്നു. പക്ഷേ 4 ബൗണ്ടറികൾ തുടരെ നേടിക്കൊണ്ടാണ് യാസിർ ഔട്ടാകുന്നത്. നല്ലൊരു ഇന്നിങ്സ് ആണ് അറേബ്യൻ കിങ്സിന് വേണ്ടി യാസിർ കാഴ്ചവെച്ചത്. 50 അടുത്തെത്തിയാണ് യാസിർ പുറത്താകുന്നത്. അറേബ്യൻ കിങ്സിന് വേണ്ടി ന്യൂ ബാറ്റർ എത്തുന്നു രോഹിത്.
പഞ്ചാബിന്റെ താരമാണ്, ഒരു ഹിറ്റർ ബാറ്ററാണ് രോഹിത്. ഫൈനലിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം എന്താകും നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ പന്തിൽ യാസിറിനെ പുറത്താക്കിയ നല്ലൊരു അത്യുച്ചല ക്യാച്ച് എടുത്ത വിക്കറ്റ് കീപ്പറാണ് ഷാലു. ന്യൂ ബാറ്റർ രോഹിത്. ഓവറിലെ അവസാന ബോൾ ചെയ്യുന്നു ഷാൻ. അഞ്ചാമത്തെ ഓവറിൽ അവസാന ബോൾ ഓഫിലേക്ക് ഒരു ഷോട്ട്. രണ്ട് ഫീൽഡർമാരുടെ ഗ്യാപ്പിലൂടെയാണ് പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ പിറകെ, ഓഹോ, രണ്ട് ഫീൽഡറെയും കബളിപ്പിച്ചുകൊണ്ട് ബൗണ്ടറിയിലേക്ക്. 5 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ അറേബ്യൻ കിങ്സ് 75 റൺസ്. റോയൽസിന് വേണ്ടി 6ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ഷഹീൻ. ആദ്യ പന്ത് സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്. ഫീൽഡർ ആച്ചി ഫീൽഡ് ചെയ്യുന്നു, ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു രോഹിത്. നെക്സ്റ്റ് ബോൾ വാച്ച് ചെയ്തുകൊണ്ട് അടിക്കുന്നു പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ പ്രണവ് ഫീൽഡ് ചെയ്യുന്നു, നല്ലൊരു സേവ്, ഒരു സിംഗിൾ റൺ നേടുന്നു. 16 ടീമുകൾ പങ്കെടുത്ത സൺഡേ ബാഷ് ടൂർണമെന്റിന്റെ ഫൈനലാണ് നടക്കുന്നത്. ശക്തരായ റോയൽസും അറേബ്യൻ കിങ്സും തമ്മിൽ. നല്ലൊരു ബൗളിംഗ് ഷഹീന. ഷഹീൻ അടുത്ത പന്ത് ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട് നേടുന്നു ജോമി. ഈ ടൂർണമെന്റിൽ തന്നെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കൊണ്ട് അറേബ്യൻ കിങ്സിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബാറ്ററാണ്. ആ ഒരു റിവേഴ്സ് ഷോട്ട്, പക്ഷേ ഫീൽഡറുണ്ട്, റൺ നേടാൻ സാധിക്കുന്നില്ല. ഷഹീൻ വളരെ നന്നായി പന്തെറിയുന്നു റോയൽസിന് വേണ്ടി. സ്ട്രൈക്കിലുള്ളത് ജോമിയാണ്. ജോമി മനോഹരമായി വാച്ച് ചെയ്തിരിക്കുന്നു, പക്ഷേ ഫീൽഡറുണ്ട്. ഒരു റൺ ഔട്ട് ചാൻസ് നഷ്ടപ്പെടുന്നു റോയൽസിന് വേണ്ടി. ഷഹീൻ കഴിഞ്ഞ ഓവർ വളരെ നന്നായി പന്തെറിഞ്ഞിരുന്നു. 8 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 7 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 83. റോയൽസിന് വേണ്ടി ഫൈനൽ മത്സരത്തിലെ 8ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു അലി. ആദ്യ ബോൾ ഒരു സിംഗിൾ നേടുന്നു രോഹിത്. നല്ലൊരു ആഡിറ്റർ ബാറ്ററാണ്. വൈഡ് സിഗ്നൽ അമ്പയർ. അണ്ടർ 19 പഞ്ചാബിന് വേണ്ടി കളിച്ച ഒരു ബാറ്ററാണ് രോഹിത്. സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്. ഫീൽഡറുണ്ട്, സിംഗിൾ നേടുന്നു അലിയുടെ പന്തില്ല. വീണ്ടും ഒരു സിംഗിൾ റൺ. കഴിഞ്ഞ ഓവർ ഷഹീദ് നന്നായി പന്തെറിഞ്ഞിരുന്നു. ഈ ഓവറിൽ ഇത് അലിയും റോയൽസിന് വേണ്ടി വളരെ കൃത്യതയോടെ പന്തെറിയുന്നു. ബൗണ്ടറികൾ നേടാൻ സാധിക്കുന്നില്ല അറേബ്യൻ കിങ്സിന്. സ്ട്രൈക്കില്ല രോഹിത്. അടുത്ത ബോൾ ഒരു ഫുൾ ടോസ് ബോൾ. സ്ട്രൈറ്റിലോട്ട് ഫീൽഡറെയും മറികടന്നുകൊണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക്. അടുത്ത ബോൾ ഒരു 6 നേടുമോ? നല്ലൊരു ബൗളിംഗ് അല്ലേ. ഫീൽഡറുണ്ട്, ഒരു സിംഗിൾ നേടുന്നു. 7ാമത്തെ ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കില്ല ജോമി. സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്, ഒരു സിംഗിൾ റൺ. ബൗൾ ചെയ്യാനെത്തുന്നു ഷഹീൻ. കഴിഞ്ഞ ഓവറിൽ ഷഹീൻ 8 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഷഹീൻ ആദ്യ പന്ത് ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട്. ഫീൽഡറുണ്ട്, ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു രോഹിത്. യാസിർ ഔട്ടായതിന് ശേഷം ബൗണ്ടറികൾ കൂടുതൽ നേടാൻ സാധിച്ചിട്ടില്ല അറേബ്യൻ കിങ്സിന്. റൺ റേറ്റ് വളരെ താഴേക്ക് പോയിരുന്നു. എന്നാലും നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു ജോമി ആൻഡ് രോഹിത്. ഷഹീൻ്റെ ഓവറിൽ കുറ്റനടികൾക്ക് അറേബ്യൻ കിങ്സ് മുതിരുമോ നമുക്ക് നോക്കിക്കാണാം. അടുത്ത ബോൾ രോഹിത പറഞ്ഞു തീരും മുന്നേ ഒരു കൂറ്റൻ ഷോട്ട് ലോഗോണിലേക്ക് ഒരു 6 നേടുന്നു പഞ്ചാബിന്റെ താരം രോഹിത്. അടുത്ത പന്തിലും രോഹിത് 6 നേടുമോ അതോ ഷഹീൻ ശക്തമായി തിരിച്ചു വരുമോ? വീണ്ടും ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്, ഒരു സിംഗിൾ നേടുന്നു.
ഒരു റൺ ഔട്ടിന് സാധ്യതയുണ്ട്. രക്ഷപ്പെട്ടു പോകുന്നു. നോ ബോൾ ആയിരുന്നു. വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്തെങ്കിലും അമ്പയർ മുന്നേ നോ ബോൾ വിളിച്ചിരുന്നു. പക്ഷെ റൺ ഔട്ടിന് സാധ്യതയുണ്ടായിരുന്നു. അത് മിസ്സായി പോകുന്നു UAE റോയൽസിന്. കഴിഞ്ഞ പന്ത് നോ ബോൾ ആയിരുന്നു. ഒരു ഫ്രീ ഹിറ്റ് സ്ട്രൈക്കിൽ ജോമി. ഫ്രീ ഹിറ്റ് പക്ഷെ മുതലാക്കാൻ കഴിയുന്നില്ല. പന്ത് ബൗണ്ടറിയിലേക്ക്. ഒരു ഗ്യാപ് ഷോട്ടിലൂടെ അത് ബൗണ്ടറിയാക്കി മാറ്റുന്നു ജോമി. സ്റ്റൈലിഷ് ബാറ്റർ ജോമി. ഷഹീൻ അദ്ദേഹത്തിന്റെ ആദ്യ ഓവർ നന്നായി പന്തെറിഞ്ഞിരുന്നു. പക്ഷേ ഈ ഓവറിൽ യഥേഷ്ടം റൺ മടങ്ങുന്നു. അടുത്ത ബോൾ നല്ലൊരു തിരിച്ചു വരവ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. റൺ. സൺഡേ ബാഷ് ടൂർണമെന്റിന്റെ ഫൈനൽ നിയന്ത്രിക്കുന്നു ലെഗ് അമ്പയർ അക്ബർ, മെയിൻ അമ്പയർ വൈശാഖ്. നല്ലൊരു അമ്പയറിംഗ് ആണ് ഇതുവരേക്കും കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുവരും. പഞ്ചാബിന്റെ താരം രോഹിത് ഈ പന്തിൽ ഷഹീനെതിരെ 6 നേടുമോ? 2 വിക്കറ്റ് നഷ്ടത്തിൽ 108. അലി ബോൾ ചെയ്യാനെത്തുന്നു. ആദ്യ ബോൾ റിവേഴ്സ് ഷോട്ടിലൂടെ ബൗണ്ടറി നേടുന്നു ജോമി. അറേബ്യൻ കിങ്സിന് വേണ്ടി ബോൾ ചെയ്തു അലി. വീണ്ടും നല്ലൊരു ഷോട്ട്. പക്ഷെ ഫീൽഡർ ഉണ്ട്. ഫീൽഡർക്ക് മുകളിലൂടെ ബൗൺസ് ചെയ്തുകൊണ്ട് ഫീൽഡറെയും നിസ്സാനാക്കിക്കൊണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക്. ജോമി തുടരെ 2 4 നേടുന്നു അറേബ്യൻ കിങ്സിന് വേണ്ടി ബൗൾ ചെയ്യുന്നു അലി. അലിയുടെ ആദ്യ 2 പന്തുകളും ബൗണ്ടറി നേടിയിരുന്നു. മൂന്നാമത്തെ പന്തിൽ അലി തിരിച്ചു വരുമോ? വിക്കറ്റ് നേടുമോ? ജോമി 6 അടിക്കുമോ? ആവേശം വിക്കറ്റ് സംഭവിക്കുന്നു. ബൗൾഡായി പോകുന്നു. എച്ചെടുത്തുകൊണ്ട് വിക്കറ്റിലേക്ക്. മൂന്നാമത്തെ പന്തിൽ വിക്കറ്റ് എടുക്കുന്നു അലി. കിങ്സിന് വേണ്ടി ന്യൂ ബാറ്റർ ഗിരിധർ. കഴിഞ്ഞ NPL ഫൈനലിൽ ഹിറോസിയയ്ക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലുള്ള കപ്പ് നേടിക്കൊടുത്ത താരമാണ് ഗിരിധർ. ക്യാപ്റ്റൻ കൂടിയായിരുന്നു അന്ന്. ഓവറിലെ 4ാമത്തെ ബോൾ. ഷോട്ട്. ഫീൽഡർ മിസ്സായി പോകുന്നു. 2 റണ്ണോടി പൂർത്തിയാക്കുന്നു. യഥേഷ്ടം റണ്ണൊഴുകുന്ന പിച്ചാണിത്. 200 മുകളിൽ സ്കോർ വരുന്ന പിച്ചാണിത്. പക്ഷെ ഫൈനൽ അത് നിർണായകമാണ്. അടുത്ത പന്തിൽ അലിക്കെതിരെ ഒരു കൂറ്റൻ 6 അങ്ങകലേക്ക് ഗിരിധറിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു ഒരു കൂറ്റൻ 6. ഈ ഓവറിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നെങ്കിലും റൺ യഥേഷ്ടം വരുന്നുണ്ട്. അടുത്ത പന്തും ഗിരിധർ തുടരെ ബാക്ക് ടു ബാക്ക് 6 നേടുന്നു അലിക്കെതിരെ ഗിരിധർ. ആവേശത്തിലാണ്. നല്ലൊരു ക്രിക്കറ്റാണ് ഈ പെരും ചൂടിലും ഇരു ടീമുകളും കാഴ്ചവെക്കുന്നത്. ആവേശകരമായ ഫൈനൽ. സൺഡേ ബാഷിന്റെ ക്രീസിൽ അറേബ്യൻ കിങ്സിന് വേണ്ടി രോഹിത് പഞ്ചാബിന്റെ താരമാണ്. UAE റോയൽസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു റിയാസ്. അദ്ദേഹത്തിന്റെ ആദ്യ ഓവറിൽ 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഓവറിൽ ആദ്യ ബോൾ. രോഹിത് സ്ട്രേറ്റിലോട്ടൊരു ഷോട്ട്. ഫീൽഡർ അലി ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഗിരിധർ. കിങ്സിന്റെ അടുത്ത ബോൾ റിയാസിനെതിരെ ഗിരിധർ ലോങ് ഓഫിലേക്ക് മനോഹരമായ ഒരു 6 നേടുന്നു. നേരിട്ട 3 പന്തുകളും 6 പറത്തിക്കൊണ്ട് ഗിരിധർ. നല്ലൊരു തിരിച്ചുവരവ് റിയാസിന്റെ. കൃത്യതയാർന്നൊരു ബൗളിംഗ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു രോഹിത്. ये गेंद छक्का मारेगा, चौका मारेगा, देखेगा. നല്ലൊരു ഷോട്ട്. പക്ഷെ ഫീൽഡർ ഉണ്ട്. മിസ്സായി പോകുന്നു. ഒരു സിംഗിൾ. ഗിരിധർ ഒരു കൂറ്റൻ ഷോട്ട്. വീണ്ടും പിറകുന്നു. ഫീൽഡർ അനീഫുണ്ട്. 6ലേക്ക് നേരിട്ട് 5 പന്തുകളിൽ 4 6 നേടിക്കൊണ്ട് ഗിരിധർ. ആദ്യ ഓവർ മനോഹരമായി പന്തെറിഞ്ഞ ബൗളറാണ് റിയാസ്. കഴിഞ്ഞ പന്ത് ഒരു നോ ബോൾ കൂടിയായിരുന്നു. ഇത് ഫ്രീ ഹിറ്റാണ്. ഫ്രീ ഹിറ്റിൽ ഗിരിധർ വീണ്ടും 6 നേടുമോ? വീണ്ടും 6 നേടുന്നു ഗിരിധറിന്. നേരിട്ട 7 പന്തുകളിൽ 5 6 നേടിയിരിക്കുന്നു. എന്തൊരു ബാറ്റിംഗ് ആണ് ഇത്. അതുചല ബാറ്റിംഗുമായി അറേബ്യൻ കിങ്സിന് വേണ്ടി ഗിരിധർ. റിയാസ് പക്ഷെ നല്ലൊരു ബൗളറാണ്. ACL ഫൈനലിലെ ബെസ്റ്റ് ബൗളർ അവാർഡ് നേടിയൊരു താരമാണ്. ഇന്ന് അദ്ദേഹത്തിന്
കൃത്യതയോടെ പന്തെറിയാൻ സാധിക്കുന്നില്ല. ആദ്യ ഓവറിൽ മാത്രമാണ് നന്നായി പന്തെറിഞ്ഞത്. വീണ്ടും ഒരു സിംഗിൾ റൺ നേടുന്നു ഗിരിധർ. 10 ഓവർ പിന്നിടുമ്പോൾ അറേബ്യൻ കിങ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 153. ഫൈനലിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേർന്നൊരു നല്ലൊരു മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ ഓവർ ആദ്യ ബോൾ. വീണ്ടും ഒരു വൈഡ്. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫൈനൽ മത്സരം എന്തുകൊണ്ടും ആവേശം നിറഞ്ഞതാകുമെന്നതിലൊരു സംശയവുമില്ല. ഷാൻ ബൗൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ ഗിരിധർ. അടുത്ത പന്ത്. വീണ്ടും ഗിരിധർ ഒരു പട്ടുകൂറ്റൻ 6 അങ്ങകലേക്ക് ആകാശത്തിലേക്ക് ഒരു ഷോട്ട്. നേരിട്ട 8 പന്തുകളിൽ 6 6 നേടിക്കൊണ്ട ഗിരിധർ. ഇന്നത്തെ ദിവസം ഗിരിധറിൻ്റെതാണ്, അറേബ്യൻ കിങ്സിൻ്റെതാണ്. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങുന്ന UAE റോയൽസിന് ഇടിവെട്ട് ഹിറ്റർ താരങ്ങളുണ്ടെന്ന് അറേബ്യൻ കിങ്സും മറന്നു പോകരുത്. ഓവറിൽ അടുത്ത ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. അതും 6 നേടുന്നു. ഗ്രൗണ്ടിന്റെ നാനാവശങ്ങളിലേക്കും 6കൾ പായിച്ചുകൊണ്ട് ഗിരിധർ ഇന്നത്തെ ദിവസം അത് ഗിരിധറിൻ്റെതാക്കി മാറ്റുന്നു. അടുത്ത ബോൾ. വീണ്ടും ഈ ഒരു ഇന്നിംഗ്സിലെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? എന്തുകൊണ്ട് വിശേഷിപ്പിക്കണം? എങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിക്കണം? നിങ്ങൾ പറഞ്ഞതൊരു ക്രിക്കറ്റ് പ്രേമികളെ. നേരിട്ട 9 പന്തുകളിൽ 7 6 നേടുമ്പോൾ ആ ബാറ്റിങ്ങിനെ കുറിച്ച് എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? സ്ട്രൈക്കിലെത്തുന്നു രോഹിത്തിന്റെ ബാറ്റിൽ നിന്നോ നല്ലൊരു ഷോട്ട്. പക്ഷേ ഫീൽഡർ അലിയുടെ കരങ്ങളിൽ ഭദ്രമാകുന്നു. രോഹിത്തിന്റെ ഇന്നിംഗ്സ് നല്ലൊരു പാർട്ണർഷിപ്പാണ് രോഹിത് ആൻഡ് ഗിരിധർ അറേബ്യൻ കിങ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അറേബ്യൻ കിങ്സിന് വേണ്ടി ക്യാപ്റ്റൻ സോബിൻ എത്തുന്നു. ഓവറിൽ അവസാന ബോൾ. ഒരു സിംഗിൾ റൺ. 11 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 175. 12ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു ഉണ്ണി. സോബിൻ. അടുത്ത ബോൾ. ഉണ്ണിക്കെതിരെ ഒരു കൂറ്റൻ ഷോട്ട്. 6 നേടുന്നു. ആദ്യ ഡോട്ട് ബോളിന് ശേഷം സോബിന്റെ ബാറ്റിൽ നിന്ന് അറേബ്യൻ കിങ്സിന് വേണ്ടി ഒരു പട്ടുകൂറ്റൻ 6. വെയിറ്റ് ചെയ്ത് അടിക്കുന്നു. വീണ്ടും 6ലേക്ക് തുടരെ 2 6കൾ. ബാക്ക് ടു ബാക്ക് 6കൾ നേടുന്നു സോബിൻ. നല്ലൊരു തിരിച്ചു വരവ് ഉണ്ണി. 4 പന്തുകളിൽ 2 6കൾ നേടിയിരുന്നു. ഓവറിലെ 5ാമത്തെ ബോൾ. ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട്. ഫീൽഡർ റൌഫ് കൈകളിൽ ഒതുക്കുന്നു. വിക്കറ്റ് നഷ്ടമാകുന്നു അറേബ്യൻ കിങ്സിന്. അറേബ്യൻ കിങ്സിന് വേണ്ടി ന്യൂ ബാറ്റർ എത്തുന്നു ഭാല. ആദ്യ പന്ത് തന്നെ ഉയർത്തിയടിക്കുന്നു. ഫീൽഡറുണ്ട്. ഫീൽഡർ ഷാൻ പക്ഷേ വിട്ട് കളയുന്നു. ഒരു സിംഗിൾ നേടുന്നു. 12 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ അറേബ്യൻ കിങ്സ് 188 റൺസ് നേടിയിരിക്കുന്നു. പഞ്ചാബിന്റെ താരം ഭാലയാണ് സ്ട്രൈക്കിൽ. നോൺ സ്ട്രൈക്കിൽ ഗിരിധർ നല്ലൊരു ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ 2 ഓവറിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്ട്രൈക്ക് നേടാൻ ലഭിച്ചിട്ടില്ല. റിയാസ് ബോൾ ചെയ്യാനെത്തുന്നു. ഓവറിൽ ആദ്യ ബോൾ. ഒരു സിംഗിളിലൂടെ സ്ട്രൈക്ക് ഗിരിധറിലേക്ക് കൈമാറുന്നു. ഓവറിലെ 2ാമത്തെ ബോൾ. സ്ട്രൈക്കിലെത്തുന്നു ഗിരിധർ. സ്ട്രൈക്കിലോട്ടൊരു ഷോട്ട്. റൺ നേടുന്നില്ല. സ്ട്രൈക്ക് എടുക്കുന്നു ഗിരിധർ. റിയാസ് നല്ലൊരു ബൗളറാണ്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ഓവറിൽ അദ്ദേഹം ഏകദേശം റൺ വഴങ്ങിയിരുന്നു. ഗിരിധർ എന്തുകൊണ്ട് സ്ട്രൈക്ക് എടുക്കുന്നു എന്നതിന്റെ ഒരു അതിവേഗ 50 നേടുന്നു ഗിരിധർ. ഇതൊരു ഫ്രീ ഹിറ്റ് ബോളാണ്. റിയാസിന്റെ ഈ ഓവറിലും ഒരു നോ ബോൾ വന്നിരിക്കുന്നു. ഫ്രീ ഹിറ്റ് ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഹനീഫ് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ നേടുന്നു. ഗിരിധർ ഇന്ന് 12 പന്തുകളിലാണ് 50 നേടിയത്. വളരെ മനോഹരമായ ഒരു ഫാസ്റ്റസ്റ്റ് 50 ആയിരുന്നു അറേബ്യൻ കിങ്സിന് വേണ്ടി ഫൈനലിൽ നേടിയത്. റിയാസിന്റെ അടുത്ത ബോൾ. സ്ട്രൈക്കല്ല ബാല.
പഞ്ചാബിന്റെ താരത്തിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നു ഒരു സിക്സ്. കടുക്കനിട്ട ബാലനാണത്, പക്ഷേ ഇത് പഞ്ചാബിന്റെ ബാലനാണ്. കാതിൽ കടുക്കനിട്ട പഞ്ചാബിന്റെ ബാലൻ സിക്സ് നേടിയിരിക്കുന്നു. റിയാസിനെതിരെ അടുത്ത ബോൾ. വീണ്ടും സെയിം ബോൾ സെയിം ഷോട്ട്. സിക്സ് നേടുന്നു ബാല. പഞ്ചാബിന്റെ താരം അറേബ്യൻ കിങ്സിന് വേണ്ടി ബാക്ക് ടു ബാക്ക് സിക്സ് നേടുന്നു. അടുത്ത ബോൾ. ഓഹോ, നല്ലൊരു മനോഹരമായ ബോളിംഗ് റിയാസ്. ഒരു ഡോട്ട് ബോൾ. 13 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 209. ബോൾ ചെയ്യാനെത്തുന്നു ഉണ്ണിയുടെ ആദ്യ ബോൾ. ഒരു ഡോട്ട് ബോൾ. ഉണ്ണി കഴിഞ്ഞ ഓവറിൽ ഒരു വിക്കറ്റ് നേടിയ ബൗളറാണ്. വീണ്ടും തുടരെ 2 ഡോട്ട് ബോളുകൾ, അതും ഗിരിധറിനെതിരെ. നേരിട്ട 12 പന്തുകളിൽ 50 നേടിയ ബാറ്ററാണ് ഗിരിധർ എന്ന്. പക്ഷേ ബോൾ ഉയർത്തിയടിക്കുന്നു. ഫീൽഡർ റിയാസ് എത്തുന്നു. പ്രണവ് ക്യാച്ച് എടുക്കുന്നു. ഉണ്ണിയുടെ മനോഹരമായ ഒരു ബൗളിംഗ് ആണെന്ന് UAE റോയൽസിന് വേണ്ടി മുഖ്യ ബൗളേഴ്സ് അടി വാങ്ങുമ്പോൾ തുടരെ 2 ഓവറുകൾ വളരെ കൃത്യതയോടെ പന്തെറിയുന്നു ഉണ്ണി മുകുന്ദൻ. ഗിരിധർ ഇന്ന് ഒരു അതിവേഗ 50 നേടിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഈ ഫൈനലിൽ അറേബ്യൻ കിങ്സിന് വേണ്ടി. ന്യൂ ബാറ്റർ മുസ്തഫ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഈ ഓവറിൽ 4 പന്തുകൾ പിന്നിടുമ്പോൾ ഒറ്റ റൺ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഫൈനൽ മത്സരമാണ്. 14ാമത്തെ ഓവറാണ്. ഇനി ഒരു ഓവർ മാത്രമാണ് ശേഷിക്കുന്നത്. ഉണ്ണി വളരെ കൃത്യതയോടെ, ഉണ്ണി മുകുന്ദന്റെ ഒരു മികവുറ്റ ബൗളിംഗ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. മാത്രമല്ല അഡിറ്റർ ഗിരിധറിന്റെ ഒരു വിക്കറ്റും നേടിയിരുന്നു. ഇതൊരു വിക്കറ്റ് മേഡിൻ ഓവറായി മാറുമോ? ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കിൽ മുസ്തഫ. ഫൈനലിൽ ഒരു മേഡൻ ഓവർ വിക്കറ്റ് സംഭവിക്കുന്നു. ഉണ്ണി മുകുന്ദൻ മുഖ്യ ബൗളേഴ്സ് അടി വാങ്ങിക്കൂട്ടിയ ഒരു മത്സരത്തിലാണ് ഒരു മേഡൻ ഓവർ എറിഞ്ഞു മാറുന്നത്, അതും ഗിരിധറിന്റെ വിക്കറ്റ് നേടിക്കൊണ്ട്. 14 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ അറേബ്യൻ കിങ്സ് 209. കഴിഞ്ഞ ഓവർ ഒരു മേഡിൻ ഓവർ ആയിരുന്നു ഉണ്ണി മുകുന്ദന്റെ. നല്ലൊരു ബൗളിംഗ് ആയിരുന്നു ഫൈനലിൽ UAE റോയൽസിന് വേണ്ടി. ഫൈനലിൽ അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു അലി. ആദ്യ പന്ത് രോഹിത് സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു മുസ്തഫ. അലിക്കെതിരെ 6 നേടുമോ മുസ്തഫ? പറഞ്ഞു തീരും മുന്നേ ഒരു പടുകൂട്ടൻ സിക്സർ മുസ്തഫയുടെ ബാറ്റിൽ നിന്ന്. ഇനിയും 4 പന്തുകൾ ശേഷിക്കുന്നു. ഫൈനൽ മത്സരം, ഫൈനൽ ഓവർ. 4 പന്തുകൾ ശേഷിക്കുന്നു. സ്ട്രൈക്കിൽ മുസ്തഫ. വീണ്ടും ഒരു ഷോട്ട്. ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു രോഹിത്. സ്ട്രൈക്കിൽ മുസ്തഫ. വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട്. അമ്പര ചുംബികളായ കെട്ടിടങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇനി 2 പന്തുകൾ ശേഷിക്കുന്നു. നല്ലൊരു കൂറ്റൻ ഷോട്ട്. ഫീൽഡർ പ്രണവിന്റെ ഒരു അത്യുച്ചല്ല ക്യാച്ച്. ആലയുടെ ഇന്നിങ്സ് പ്രണവിന്റെ കൈകളിൽ അവസാനിക്കുന്നു. ആദ്യം ഒന്ന് സ്ലിപ്പായി പോയതാണ്, പക്ഷേ അദ്ദേഹം അത് വീണ്ടെടുത്തു. നല്ലൊരു ക്യാച്ചായിരുന്നു. അവസാന ഓവർ കിങ്സിന് വേണ്ടി ന്യൂ ബാറ്റർ ഷിനു രാജ്മോഹൻ. ഫൈനൽ മത്സരം, ഫൈനൽ ഓവർ, ഫൈനൽ ബോൾ. 15ാമത്തെ ഓവറിൽ അവസാന ബോൾ. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. അവസാന ഓവറുകളിൽ നല്ലൊരു തിരിച്ചുവരവാണ് UAE റോയൽസ് നടത്തിയിരിക്കുന്നത്. ഫൈനൽ ഓവർ. അകലേക്ക് ഷിനു രാജ്മോഹന്റെ ഒരു അത്യുജ്വല 6 നേരിട്ട ഒരു പന്ത്. അവസാന പന്ത് 6ലേക്ക് പറത്തിക്കൊണ്ട് ഷിനു രാജ്മോഹൻ ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്ത അറേബ്യൻ കിങ്സ് ഇന്ന് 226 റൺസ് എടുത്തിരിക്കുന്നു 15 ഓവർ മത്സരത്തിൽ. സൺഡേ ബാഷ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ട്രോഫികളാണ്. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ
ഇന്ന് ഏറ്റുമുട്ടുന്നത് അറേബ്യൻ കിങ്സ് ആൻഡ് UAE റോയൽസ്. ഈ റോയൽസിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങുന്നു പ്രണവ് ആൻഡ് റഊഫ് പുന്നക്കൽ. 227 ടാർഗറ്റ്. സൺഡേ ബിഗ് ബാഷ് ഫൈനൽ മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത അറേബ്യൻ കിങ്സ് 226 റൺസ് എടുത്തിരുന്നു. ഓവറിൽ ആദ്യ ബോൾ ഒരു ഡോട്ട് ബോൾ. ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നത് ലെഗ് അമ്പയർ അക്ബർ എന്ന അക്കു. നല്ലൊരു അമ്പയറിംഗ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. മെയിൻ അമ്പയർ വൈശാഖ. അറേബ്യൻ കിങ്സിന് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തിയിരിക്കുന്നു ഷീനു. ആദ്യ ഡോട്ട് ബോൾ ആയിരുന്നു. സെക്കൻഡ് ബോൾ സ്ട്രൈക്കിൽ ഒരു കൂറ്റൻ ഷോട്ട്. ഫീൽഡർ രോഹിത് വിട്ടുകളയുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്. ഒരു 4 ലഭിക്കുന്നു UAE റോയൽസിന്. നല്ലൊരു ബൗളിംഗ് ആയിരുന്നു ഷിനുവിന്റെ. പക്ഷേ ഫീൽഡർ വിട്ടുകളയുന്നു. അടുത്ത ബോൾ പക്ഷേ റൺ നേടാൻ കഴിയുന്നില്ല. ഓവറിൽ അടുത്ത ബോൾ ഷിനു. ഒരു ഫുൾ ടോസ് ബോൾ. പന്ത് ബൗണ്ടറിയിലേക്ക്. 2 ഫോറുകൾ ഈ ഓവറിൽ നേടുന്നു ഷിനുവിനെതിരെ റഊഫ. മൂന്നാമത്തെ പന്തിൽ റഊഫ് 6 നേടുമോ അതോ ഷിനു വിക്കറ്റ് എടുക്കുമോ? ആകാംക്ഷയുടെ ബോൾ. വീണ്ടും ഒരു ഫുൾ ടോസ് ബോൾ. വളരെ ഈസി ആയിക്കൊണ്ട് ബാറ്റർ അത് ബൗണ്ടറിയിലേക്ക് പായിക്കുന്നു. തുടരെ 3 ഫോറുകൾ നേടുന്നു UAE. ആദ്യ ഓവറിൽ അവസാന ബോൾ. നല്ലൊരു ബൗളിംഗ് ഷിനു. ഒരു ഡോട്ട് ബോൾ. അറേബ്യൻ കിങ്സിന് വേണ്ടി രണ്ടാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു ജോമി. 227 ബാറ്റിംഗ് തുടരുന്ന UAE റോയൽസിന് ആദ്യ ഓവറിൽ 12 റണ്ണാണ്. സ്ട്രൈക്കിൽ പ്രണവ് റൺ നേടുന്നില്ല. ആദ്യ ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ 12 റൺ നേടിയിരുന്നു ജോമി. അടുത്ത ബോൾ സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ മുസ്തഫ. ഒരു സിംഗിൾ റൺ. വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ സോബിൻ. റഊഫ ഒരു ഡോട്ട് ബോൾ. ജോമി അത്യുച്ഛലമായി പന്തെറിയുന്നു. വീണ്ടും ഒരു ഡോട്ട് ബോൾ. വീണ്ടും നല്ലൊരു ഷോട്ട് ഓഫിലേക്ക്. പന്ത് ബൗണ്ടറിയിലേക്ക്. ഒരു 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം ഒരു 4 നേടുന്നു റഊഫ. വീണ്ടും ഒരു കട്ട് ഷോട്ട്. നന്നായി ഫീൽഡ് ചെയ്യുന്നു. നല്ലൊരു ഫീൽഡിങ്. രജനീഷ് സ്ലിപ്പിൽ നല്ലൊരു ഫീൽഡിംഗ് ചെയ്തിരുന്നു. ഒരു ബൗണ്ടറിയാണ് സേവ് ചെയ്തത്. ആവേശകരമായ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ പ്ലേയിൽ അവസാന ഓവറാണ്. ബൗൾ ചെയ്യുന്നു ഷീനു. സ്ട്രൈക്കിൽ പ്രണവ്. വീണ്ടും ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. അടുത്ത ബോൾ. ഒരു കൂറ്റൻ ഷോട്ട്. പന്ത് 6ലേക്ക്. പ്രണവിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു ഒരു കൂറ്റൻ 6 UAE റോയൽസിന് വേണ്ടി. അടുത്ത ബോൾ. വീണ്ടും ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ഫൈനൽ മത്സരം ഒന്നാമത്തെ ഓവർ. നല്ലൊരു ബൗളിംഗ് ഷീനു. ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു റഊഫ്. ബൗൾ ചെയ്യുന്നു ഷീനു. ഷിനുവിന്റെ പന്ത് ഒരു കൂറ്റൻ 6 നേടുന്നു റഊഫ് പുന്നക്കൽ. വീണ്ടും ഒരു 6ലൂടെ സ്കോർ ഉയർത്തുന്നു റഊഫ്. അടുത്ത ബോൾ. ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട്. റഊഫ് പുന്നക്കലിന്റെ ബാറ്റിൽ നിന്ന് ഒരു ക്ലാസിക് ഷോട്ടിലൂടെ 4 നേടുന്നു ഷിനുവിനെതിരെ. ന്യൂ ബോളില് കൃത്യതയോടെ പന്തെറിയുന്ന ഒരു ബൗളറാണ് ഷിനു രാജ്മോഹൻ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിനെല്ലാം പിഴക്കുന്നു. നിരന്തരം അദ്ദേഹത്തിനെതിരെ 6കളും 4കളും ലഭിക്കുന്നു. വീണ്ടും ഒരു ഷോട്ട് ഓഫിലേക്ക് റഊഫിന്റെ ബാറ്റിൽ നിന്ന്. ഈ ഓവറിൽ യഥേഷ്ടം റൺ വന്നു കഴിഞ്ഞു UAE റോയൽസിന് വേണ്ടി. നല്ലൊരു പാർട്ട്ണർഷിപ്പ് പ്രണവ് ആൻഡ് റഊഫ് പുന്നക്കൽ. ആദ്യ പന്തിൽ ഒരു ലൈഫ് ലഭിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് റഊഫിന്റെ വിളയാട്ടമാണ് ഇവിടെ കാണുന്നത് ഫൈനൽ മത്സരത്തിൽ. ഒരു ക്യാച്ച് വിട്ടുകളയുന്നു. രണ്ടാമത്തെ ലൈഫ് ലഭിക്കുന്നു റഊഫിന്. 227 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്യുന്ന UAE റോയൽസ് 3 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 43. പ്രണവ് ആൻഡ് റഊഫ് പുന്നക്കൽ നല്ലൊരു പാർട്ണർഷിപ്പാണ് പടുത്തുയർത്തുന്നത് UAE റോയൽസിന് വേണ്ടി. നാലാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു
അറേബ്യൻ കിങ്സിന് വേണ്ടി മുസ്തഫയുടെ ആദ്യ ബോൾ ഒരു കൂട്ടൻ 6 ലെഗ് സൈഡിലേക്ക് നല്ലൊരു ഷോട്ടിലൂടെ 6 നേടുന്നു പ്രണവ്. ഈ പിച്ചിനെ സംബന്ധിച്ച് 227 എന്ന ടാർഗറ്റ് പ്രയാസമുള്ളതല്ല. റൺ ഒഴുകുന്ന പിച്ചാണിത്. അടുത്ത പന്തും ഒരു കൂറ്റൻ അടിക്ക് ശ്രമിക്കുന്നു ഫീൽഡർ, പക്ഷേ ഒരു സിംഗിൾ റൺ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു റഊഫിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നു മുസ്തഫക്കെതിരെ 6. ആവേശകരമായ ഫൈനൽ മത്സരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് UAE റോയൽസ് ഒരു ക്യാച്ച് ലൈഫ് ലഭിക്കുന്നു. ഒരു അർദ്ധാവസരം, പക്ഷെ അത് മുതലാക്കാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ ഒരു ചാൻസ് ആണ് റഊഫ് പുന്നക്കലിന് ലഭിക്കുന്നത്. ഒരു ഡോട്ട് ബോൾ, 2 സിക്സുകൾ വഴങ്ങിയതിന് ശേഷം ശക്തമായ മുസ്തഫയുടെ ഒരു തിരിച്ചു വരവ് ബൗളിങ്ങില്. സ്ട്രൈക്കിൽ റഊഫ്. ഓഫിലേക്ക് ഒരു ഷോട്ട്, ഫീൽഡർ അനീഷ്. ഒരു നല്ലൊരു ഫീൽഡിംഗ് ആണ്, ഒരു സിംഗിൾ റൺ നേടുന്നു. റഊഫ് പ്രണവ് നല്ലൊരു വിക്കറ്റ് പാർട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു UAE റോയൽസിന് വേണ്ടി. 4 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 57 റൺസ്. 5ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു അറേബ്യൻ കിങ്സിന് വേണ്ടി ജോമിയുടെ ആദ്യ പന്ത് ഒരു കൂറ്റൻ 6 നേടുന്നു റഊഫ്. ഇന്ന് റഊഫിന്റെ ദിനമാണ്. റഊഫിന്റെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് നല്ലൊരു ശക്തമായ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു UAE റോയൽസിന് വേണ്ടി റഊഫ് പുന്നക്കൽ. ഒരു ഫൈനൽ മത്സരത്തിലാണ് 3 അവസരങ്ങൾ ഒരു ബാറ്റർക്ക് ലഭിക്കുന്നത്. നല്ലൊരു ബൗളിംഗ് ജോമി. വീണ്ടും നല്ലൊരു ബൗളിംഗ്, 2 ഡോട്ട് ബോളുകൾ. അടുത്ത ബോൾ വീണ്ടും ഒരു നല്ലൊരു ഷോട്ടിലൂടെ ബൗണ്ടറി നേടുന്നു. അടുത്ത ബോൾ നല്ലൊരു ഫീൽഡിംഗ് മുസ്തഫ. വീണ്ടും ഒരു വൈഡ് ബോൾ, വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് ഫീൽഡർക്ക് മുകളിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക്. ആവേശകരമായ ഫൈനൽ മത്സരം, സൺഡേ ബാഷ് ടൂർണമെന്റ് ഫൈനൽ. അറേബ്യൻ കിങ്സ് UAE റോയൽസ് തമ്മിലുള്ള മത്സരം വാശിമുറുകുന്നു. അപേക്ഷകരം ഈ ഫൈനൽ മത്സരം. വീണ്ടും റഊഫ് ഒരു ഷോട്ട് ഫീൽഡ് ചെയ്യുന്നു രോഹിത്, ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു പ്രണവ്. നല്ലൊരു ബൗളിംഗ് സോമി. പുന്നക്കൽ UAE റോയൽസിന് വേണ്ടി 50 നേടിയിരിക്കുന്നു 23 പന്തുകളിൽ നിന്ന്. 5 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 75 റൺസ് നേടിയിരിക്കുന്നു UAE റോയൽസിന് വേണ്ടി. ബാറ്റിംഗ് തുടരുന്നു പ്രണവ്. റഊഫ് 23 പന്തുകളിൽ നിന്ന് 50 നേടിയിരിക്കുന്നു. 6 സിക്സുകളും 3 ഫോറുകളും അടക്കം ഒരു അത്യുച്ചല ഇന്നിങ്സ് ആണ് UAE റോയൽസിന് വേണ്ടി. 3 അവസരങ്ങൾ ലഭിച്ചിരുന്നു റഊഫിന്. വിട്ടുകളഞ്ഞ ക്യാച്ചുകളുടെ വില ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഗിരിധറിന്റെ ആദ്യ പന്ത് ഒരു ഡോട്ട് ബോൾ. ഗിരിധർ ബൗൾ ചെയ്യുന്നു. ഫീൽഡ് ചെയ്യുന്നു സുമീർ, ഒരു സിംഗിൾ റൺ. നല്ലൊരു ബൗളിംഗ്. വീണ്ടും ഗിരിധർ ബാറ്റ് കൊണ്ട് ഇന്ന് അറേബ്യൻ കിങ്സിന് വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഗിരിധർ. ഇപ്പോഴിതാ ബോൾ കൊണ്ടും 3 ഡോട്ട് ബോളുകൾ. പ്രണവ് അടുത്ത ബോളിൽ ഒരു കൂറ്റൻ ഷോട്ട് ഫീൽഡർ അനീഷിനും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു 6 നേടുന്നു പ്രണവ്. ഗിരിധർ ബൗൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ പ്രണവ്. വീണ്ടും നല്ലൊരു ഷോട്ട്. അങ്ങകലെ ഒരു 6 നേടുന്നു ഗിരിധറിനെതിരെ പ്രണവ്. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ആദ്യം ബാറ്റ് ചെയ്ത അറേബ്യൻ കിങ്സ് 226 റൺസ് എടുത്തെങ്കിലും ആ ഒരു സ്കോറിന്റെ മഹിമ കണ്ട് അല്പം പോലും പതറാതെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് പ്രണവ് ആൻഡ് UAE റോയൽസ്. 6 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 90 റൺസ്.
സ്ട്രൈക്ക് ചെയ്യുന്നു പ്രണവ് ആൻഡ് റൌഫ്. നല്ലൊരു പാർട്ട്ണർഷിപ്പാണ്. ന്യൂ ബൗളർ ഷാരിഖ് ആദ്യ ഓവറിൽ ആദ്യ ബോൾ. ഒരു സിംഗിൾ റൺ നേടുന്നു. ഏഴാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നത് ഷാരിഖ്. ആദ്യ പന്തിൽ ഒരു സിംഗിൾ നേടിയിരുന്നു പ്രണവ്. റൌഫ് പുന്നക്കൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഡോട്ട് ബോൾ. 52 പന്തുകളിൽ 136 വേണ്ടത്. വീണ്ടും നല്ലൊരു കൂറ്റൻ ഷോട്ട്. റൌഫ് 6 നേടുന്നു. റൌഫിന് സെഞ്ചുറി നേടുമോ UAE റോയൽസിന് വേണ്ടി? നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു ബാറ്റിംഗ് ആണ് റൌഫ്. അടുത്തൊരു ഫുൾ ടോസ് ബോൾ. ഫീൽഡർ ബൗളർ തന്നെ ഓടിയെത്തുന്നു. പക്ഷേ നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് പ്രണവ് ആൻഡ് റൌഫ്. നല്ലൊരു ഷോട്ട്. കൂറ്റൻ 6. പ്രണവിന്റെ ബാറ്റിൽ നിന്നും വരുന്നു 6കൾ. എന്തൊരു ബാറ്റിംഗ് ആണിത്. ഒരു വിക്കറ്റ് പോലും നേടാൻ അറേബ്യൻ കിങ്സിന് സാധിക്കുന്നില്ല. UAE റോയൽസിന് വേണ്ടി അത്യുജ്വല പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു 100 റൺസിന്റെ. ഇതൊരു ഫൈനൽ മത്സരമാണെന്ന് ഓർക്കണം. 100 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉയർത്തുന്നു. ഷാരിഖിന്റെ അടുത്ത ബോൾ. വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട്. ഫീൽഡർ സുനീർ വിട്ട് കളയുന്നു. 2 ഫീൽഡേഴ്സ് കൂട്ടിയിടിച്ചുകൊണ്ട് രോഹിതും സുമീറും. 7 ഓവർ പിന്നിടുമ്പോൾ UAE റോയൽസ് വിക്കറ്റ് നഷ്ടം കൂടാതെ 106 റൺസ്. സ്ട്രൈക്കിൽ റൌഫ് പുന്നക്കൽ ബൗൾ ചെയ്യുന്നു. മുസ്തഫയുടെ ആദ്യ പന്ത്. ഒരു കൂറ്റൻ ഷോട്ട്. എന്തൊരു ബാറ്റിംഗ് ഇത്. റൌഫ് പുന്നക്കൽ 100 കടന്നൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഫൈനൽ മത്സരത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്നു. നല്ലൊരു കീപ്പിംഗ്. ചോമി ചെയ്തു. മുസ്തഫ അടുത്ത പന്തിൽ ഒരു സിംഗിൾ റൺ നേടും. ശിഖരമായ ഫൈനൽ മത്സരം. പ്രണവ് സ്ട്രൈക്കിൽ ഒരു ഫീൽഡർക്ക് നേരെ ഷോട്ട്. സിംഗിൾ നേടുന്നു. ഓപ്പണിംഗ് വിക്കറ്റ് കുട്ടിക്കട്ടെ പൊളിച്ചടക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു ഷോട്ട്. സ്ട്രൈറ്റിലോട്ടൊരു 6 നേടുന്നു റൌഫ് പുന്നക്കൽ. 100 റൺസും കടന്നുകൊണ്ട് പാർട്ട്ണർഷിപ്പ്. സെഞ്ചുറിയിലേക്ക് ഇന്ന് റൌഫ് ഇന്നിങ്സ് കൊണ്ടെത്തിക്കുമോ? സെഞ്ചുറി നേടുമോ റൌഫ് ഇന്ന് ഫൈനൽ മത്സരത്തിൽ UAE റോയൽസിന് വേണ്ടി? നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു ബാറ്റിംഗ് ആണെന്ന് റൌഫിന്റെ. നല്ലൊരു തിരിച്ചു വരവ്. മുസ്തഫ ഒരു സിംഗിൾ മാത്രം അടങ്ങുന്നു. സ്ട്രൈക്കിൽ പ്രണവ്. അവരിൽ അവസാന ബോൾ. ഫീൽഡർ അനീഷുണ്ട് അവിടെ. ഒരു സിംഗിൾ റൺ. 8 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 124 ബോൾ ചെയ്യാനെത്തുന്നു രോഹിത്തിന്റെ ആദ്യ പന്ത്. മിഡ് ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡ് ചെയ്യുന്നു അനീഷ. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിൽ റൌഫ് എത്തുന്നു. ഫീൽഡ് ചെയ്യുന്നു ഷീനോ. നല്ലൊരു ഫീൽഡിംഗ്. ഒരു ബൗണ്ടറി സേവ് ചെയ്യുന്നു. ഒരു ഡോട്ട് ബോൾ. ശേഷകരമായ ഫൈനൽ മത്സരം. 227 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്യുന്ന UAE റോയൽസ്. വിക്കറ്റ് നഷ്ടം കൂടാതെ നല്ലൊരു ക്യാച്ച്. റൌഫിന്റെ അത്യുജ്വല ഇന്നിംഗ്സ്. ഷിനുവിന്റെ ക്യാച്ചിലൂടെ നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു റൌഫ് പുന്നക്കൽ. നല്ലൊരു ഇന്നിംഗ്സ് റൌഫ് പുന്നക്കൽ. ആദ്യ ന്യൂ ബാറ്റർ ഉണ്ണി ബൗൾ ചെയ്യുന്നു രോഹിത്തിന്റെ ആദ്യ പന്ത്. നല്ലൊരു ഷോട്ട്. ആദ്യ പന്ത് തന്നെ 6ലേക്ക് പായിച്ചുകൊണ്ട് തന്റെ വരവറിയിക്കുന്നു ഉണ്ണി മുകുന്ദൻ. അടുത്ത ബോൾ. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ ചെയ്യുന്നു. രോഹിത്തിന്റെ അടുത്ത പന്ത്. നല്ലൊരു ഫീൽഡിംഗ് മുസ്തഫ. ഒരു ബൗണ്ടറി സേവ് ചെയ്യുന്നു. ഒരു ഡോട്ട് ബോൾ. രോഹിത്തിന്റെ അടുത്ത പന്ത് ഉയർത്തിയടിക്കുന്നു. നല്ലൊരു ഫീൽഡ് മുസ്തഫ. ഒരു റൺ ഔട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. 9 ഓവർ പിന്നിടുമ്പോൾ UAE റോയൽസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 134. ഇനി 36 പന്തുകളിൽ വേണ്ടത് 93 റൺസാണ്. ഗിരിധർ ബോൾ ചെയ്യുന്നു. ഒരു ഡോട്ട് ബോൾ. ഗിരിധർ അടുത്ത പന്ത്. ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു ഉണ്ണി. വാശിയേറിയ മത്സരം നടക്കുന്നു സൺഡേ ബാഷ് ഫൈനലിലെ.
നല്ലൊരു ക്യാച്ച് എടുക്കുന്നു മുസ്തഫ. ഉണ്ണി മുകുന്ദന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. റോയൽസിന് വേണ്ടി ന്യൂ ബാറ്റർ അലി ഗ്രിസിലെത്തുന്നു. ഇനി വേണ്ടത് 32 പന്തുകളിൽ 91 റൺസാണ്. ഗിരിധർ ബൗൾ ചെയ്യുന്നു. നല്ലൊരു ബൗളിംഗ്. കഴിഞ്ഞ പന്തിൽ ഉണ്ണി മുകുന്ദന്റെ വിക്കറ്റ് എടുത്തിരുന്നു ഗിരിധർ. അലി ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു പ്രണവ്. ആര് വിജയിക്കും ഈ സൺഡേ ബാഷ് ക്രിക്കറ്റ് ഫൈനൽ? കാത്തിരിക്കാം നമുക്ക്. ആവേശകരമായ ഫൈനൽ. അവസാന ബോളിൽ ഗിരിധർ ഒരു 6 വഴങ്ങുന്നു. പ്രണവിന്റെ ബാറ്റിൽ നിന്ന് അത്യുജ്വല 6 പിറക്കുന്നു. ആവേശകരമായ ഫൈനൽ മത്സരം. ഇനി വേണ്ടത് 30 പന്തുകളിൽ 85 റൺസാണ്. റോയൽസിന് വേണ്ടി സ്ട്രൈക്കിലുള്ളത് അലി. ബൗൾ ചെയ്യുന്നു അറേബ്യൻ കിങ്സിന് വേണ്ടി രോഹിത്തിന്റെ ആദ്യ പന്ത്. അലി ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ സൗബിൻ ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ റൺ നേടുന്നു. സ്ട്രൈക്കിലാകുന്നു പ്രണവിന് ഈ മത്സരം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ റോയൽസിന് വേണ്ടി? 50യും കടന്നു. പ്രണവിന്റെ ബാറ്റിംഗ് തുടരുന്നു. റോയൽസിന് വേണ്ടി ഓപ്പൺ ചെയ്ത ബാറ്ററാണ്. ഒരു ഡോട്ട് ബോൾ. വൈഡ് സിഗ്നൽ അമ്പയർ. ഇത്തവണ രോഹിത്തിന്റെ പന്ത് ഉയർത്തടിക്കുന്നു. ഫീൽഡർ മുസ്തഫയ്ക്കും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. പന്ത് ബൗണ്ടറിയിലേക്ക് ഒരു 4 നേടുന്നു പ്രണവ്. റോയൽസിന് വേണ്ടി ഓപ്പണിംഗ് ബാറ്റിംഗ് ഇറങ്ങിക്കൊണ്ട് പ്രണവും 50യിലൂടെ അവസാനം വരെ ക്രീസിൽ നിന്നുകൊണ്ട് റോയൽസിന് വിജയത്തിലേക്ക് എത്തിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ഫൈനൽ ആവേശകരമായ ഫൈനൽ മത്സരം. രോഹിത് ബൗൾ ചെയ്യുന്നു. ഓഫിലേക്ക് വീണ്ടും ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. മുസ്തഫ ഫീൽഡ്. ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു അലി. ഓഹോ, അലിയുടെ ബാറ്റിൽ നിന്ന് നല്ലൊരു ഷോട്ട്. ഒരു 4 നേടുന്നു അലിയുടെ ബാറ്റിൽ നിന്ന്. ആര് വിജയിക്കും ഇതില്? കാത്തിരുന്ന് കാണണം. ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട ഒരു ഫൈനലാണ്. സ്ട്രൈക്കിൽ അലി. ഓഹോ, ഒരു കൂറ്റൻ 6 രോഹിത്തിനെതിരെ. എന്തൊരു ബാറ്റിംഗ് ഇത് അലി. 25 പന്തുകളിൽ വേണ്ടത് 69 റൺസാണ്. ഒരു വൈഡ് സിഗ്നൽ. അലിയുടെ ബാറ്റിൽ നിന്ന് സ്ട്രൈറ്റിലോട്ട് വീണ്ടും ഒരു ഷോട്ട്. ഫീൽഡർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. പന്ത് ബൗണ്ടറിയിലേക്ക്. നേരിട്ട 3 പന്തുകളിൽ തുടരെ ബൗണ്ടറികൾ നേടുന്നു അലി. ടൂർണമെന്റിൽ ഗിരിധറിന്റെ ഒരു മോശം ബോള് 6ലേക്ക്. ആവേശകരമായ ഫൈനൽ മത്സരം. ഗിരിധറിനെതിരെ നല്ലൊരു ഷോട്ട്. ഫീൽഡർ രോഹിത്തിന്റെ കൈകളിൽ. ഒരു അത്യുജ്വല ഇന്നിംഗ്സിന് വിരാമമാകുന്നു. നല്ലൊരു ബാറ്റിംഗ് ആണ് പ്രണവ് ഇന്ന് റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചത്. റോയൽസിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയതാണ്. ടീമിനെ വിജയത്തിലെത്തിക്കുമെന്ന് തോന്നിച്ചതാണ്. അവസാനം കീഴടങ്ങുന്നു. പക്ഷേ ഇനിയും നല്ല ഹിറ്റർ ബാറ്റർമാരുണ്ട് റോയൽസിന്. നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു ബൗളിംഗ് ആയിരുന്നു ഗിരിധറിന്റെ ബോളിൽ രോഹിത് ക്യാച്ച് എടുത്ത്. ന്യൂ ബാറ്റർ ആച്ചി ക്രീസിലെത്തുന്നു റോയൽസിന് വേണ്ടി. ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ്. ബൗൾ ചെയ്യുന്നു ഗിരിധറിന്റെ ആദ്യ പന്ത് ഒരു ഡോട്ട് ബോളാ. ഗിരിധറിന്റെ അടുത്ത പന്ത്. ഓ, ഒരു ബൈ 4 ലഭിക്കുന്നു. കഴിഞ്ഞ പന്തിൽ ഒരു ബൈ 4 ലഭിച്ചിരുന്നു. അടുത്ത ബോൾ ആച്ചിയുടെ ബാറ്റിൽ നിന്ന് ഒരു 6 പിറക്കുന്നു. ഈ ഓവറിൽ 2 6കളും ഒരു ബൈ 4 അടക്കം യഥേഷ്ടം 2 വന്ന് കഴിഞ്ഞു റോയൽസിന്. അടുത്ത ബോൾ ഒരു ഡോട്ട് ബോളാ. നല്ലൊരു ബൗളിംഗ്. തിരിച്ചു വരട്ടെ ഗിരി. ഓഹോ, വിട്ട് കളയുന്നു. 18 പന്തുകളിൽ വേണ്ടത് 42 റൺസ്. സ്ട്രൈക്കിൽ അലി ആദ്യ പന്ത് മുസ്തഫക്കെതിരെ 6 നേടുന്നു. ആവേശം എങ്ങും ആവേശം. ആവേശകരമായ ഫൈനൽ. ഇനി വേണ്ടത് 17 പന്തുകളിൽ 36 റൺസാണ്. ആര് വിജയിക്കും ഈ മത്സരം? ബൗൾ ചെയ്യുന്നു മുസ്തഫയുടെ അടുത്ത പന്ത്. സിംഗിൾ നേടുന്നു ആച്ചി. ബൗൾ ചെയ്തു മുസ്തഫ. ഹോ, നല്ലൊരു ബൗളിംഗ്. നല്ല ശക്തമായ ഒരു തിരിച്ചു വരവ്.
ആവേശകരം ആര് വിജയിക്കും ഇത്? തുടരെ 2 ഡോട്ട് ബോളുകൾ. നല്ലൊരു ബൗളിംഗ് മുസ്തഫ. ആച്ചി 6 നേടുമോ? ഓഹോ, നല്ലൊരു ഷോട്ട്. പക്ഷേ സ്ട്രൈറ്റിൽ ഫീൽഡർ ഉണ്ട്. അനീഷ് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ റൺ സ്ട്രൈക്കിലെത്തുന്നു അലി. സൺഡേ ബാഷ് കപ്പ് ഫൈനൽ മത്സരം ആര് നേടും ഇത്? സ്ട്രൈക്കിൽ അലി. 227 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിംഗ് തുടരുന്ന യുഎഇ റോയൽസിന് ഇനി വേണ്ടത് 35 റൺസാണ്. ഓവറിൽ അവസാന ബോൾ, ഒരു കൂറ്റൻ ഷോട്ട്. മുസ്തഫയ്ക്കെതിരെ വീണ്ടും 6 നേടുന്നു അലി. അത്യുജ്വല ബാറ്റിംഗുമായി യുഎഇ റോയൽസിനെ വിജയത്തിലെത്തിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ആവേശകരമായ ഫൈനൽ. ഇനി വേണ്ടത് 12 പന്തുകളിൽ 29 ബോൾ ചെയ്യുന്നു രോഹിത്. സ്ട്രൈക്കിൽ ആച്ചി. ആവേശം നിറഞ്ഞ മറ്റൊരു ഫൈനൽ. ആദ്യ പന്ത്. കൃത്യതയാർന്ന പന്ത്. റൺ നേടാൻ കഴിയുന്നില്ല ആച്ചിക്ക്. എന്തൊരു ബൗളിംഗ്. അടുത്ത ബോൾ ആച്ചി. വീണ്ടും നല്ലൊരു ബൗളിംഗ്. റൺ ഔട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു അലി. സ്ട്രൈക്കിലെത്തുന്നു. മൂന്നാമത്തെ ബോൾ അലി. വീണ്ടും നല്ലൊരു ബൗളിംഗ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. അടുത്ത പന്തിൽ ആച്ചി 6 അടിക്കുമോ? പറഞ്ഞു തീരും മുന്നൊരു പട്ട്. കൂറ്റൻ 6 ലെഗ് സൈഡിലോട്ടാ. ആവേശം നിറയുന്നു. 8 പന്തിൽ വേണ്ടത് 21. അടുത്ത ബോൾ ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ഇനി വേണ്ടത് 8 പന്തിൽ 20. അഞ്ചാമത്തെ ബോൾ ആച്ചി ഉയർത്തടിക്കുന്നു. കീപ്പർക്കൊരനായാസ് ക്യാച്ച്. ആവേശം നിറഞ്ഞ ബൗളിംഗ്. ആവേശം നിറഞ്ഞൊരു ഫൈനൽ. രോഹിത് മനോഹരമായി പന്തെറിയുന്നു. ഇനി വേണ്ടത് 7 പന്തിൽ 20 റണ്ണ്. ബാറ്റർ ഹനീഫ് ക്രീസിലെത്തുന്നു യുഎഇ റോയൽസിന് വേണ്ടി. വേണ്ടത് 7 പന്തുകളിൽ 20 റൺസ്. ഉയർത്തിയടിക്കുന്നു. സ്വന്തം ബൗളിംഗിൽ റിട്ടേൺ ക്യാച്ചിലൂടെ 2 വിക്കറ്റുകൾ തുടരെ രോഹിത്. പഞ്ചാബിന്റെ താരം. രഞ്ജി ട്രോഫിയിൽ പഞ്ചാബിന് വേണ്ടി കളിച്ച താരമാണ് രോഹിത്. ഇന്ന് നിർണായക സമയത്ത് 12 പന്തിൽ 29 വേണ്ടെടുത്ത് 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് കളി കൊണ്ടുവരുന്നു അറേബ്യൻ കിങ്സിന് വേണ്ടി. പക്ഷേ കളി വിട്ടിട്ടില്ല. ഹിറ്റേഴ്സിന്റെ നിരയാണ് യുഎഇ റോയൽസിന്. 6 പന്തിൽ വേണ്ടത് 20 റൺസാണ്. അലി സ്ട്രൈക്കിലുണ്ട്. അവസാന ഓവറിൽ വേണ്ടത് 6 പന്തുകളിൽ 20 റൺസാണ്. സൺഡേ ബാഷ് ക്രിക്കറ്റിന്റെ ആവേശകരമായ ഫൈനൽ. സ്ട്രൈക്കിൽ അലി. ആദ്യ പന്ത് ഓഫിലേക്ക് ഒരു ഷോട്ട്. അലി റൺ ഓടുന്നില്ല. സ്ട്രൈക്ക് എടുക്കുന്നു. ടീമിനെ വിജയിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് അലി. ഇന്ന് മാരകമായ ബാറ്റിംഗ് ആണ് യുഎഇ റോയൽസിന് വേണ്ടി അലി കാഴ്ചവെച്ചത്. ഇനി 5 പന്തുകളിൽ 20 റൺസ്. ആവേശകരം ഈ മത്സരം. സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. ഒരു 4 നേടുന്നു. ഇനി 4 പന്തുകളിൽ 16. ആര് വിജയിക്കും ഈ സൺഡേ ബാഷ് ക്രിക്കറ്റ് ഫൈനൽ? കപ്പെടുക്കുന്നത് ആരായിരിക്കും? യുഎഇ റോയൽസ് ആണോ അതോ അറേബ്യൻ കിങ്സ് ആണോ? കാത്തിരിക്കാം. ഇനി 4 പന്തുകൾ മാത്രം. 4 പന്തുകൾ. ആവേശകരമായ ഫൈനൽ മത്സരം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആവേശം. ക്രിക്കറ്റിന്റെ സകല ആവേശങ്ങളും ആവാഹിച്ച ഒരു ഫൈനൽ മത്സരം. 4 പന്തുകളിൽ വേണ്ടത് 16 റൺസ്. ഷാരിഖിന്റെ അടുത്ത പന്ത്. ഒരു കൂറ്റൻ അടിയിലൂടെ സിക്സറിലേക്ക്. ഇനി വേണ്ടത് 3 പന്തുകളിൽ 10 റൺസ്. 10 റൺസ് മാത്രമാണ്. അലി വിജയത്തിലേക്ക് എത്തിക്കുമോ ടീമിനെ? യുഎഇ റോയൽസിന് കിരീടം നേടിക്കൊടുക്കുമോ അലിയുടെ ബാറ്റിംഗ്? കാത്തിരിക്കാം. 3 പന്തുകൾ. 3 പന്തുകൾ. അടുത്ത ബോൾ ഉയർത്തിയടിക്കുന്നു. ഫീൽഡർ ഗിരിധർ വിട്ടുകളയുന്നു. ഒരു പക്ഷേ ഫൈനൽ കപ്പായിരിക്കാം ആ വിട്ടുകളഞ്ഞത്. കാത്തിരിക്കാം. 2 പന്തുകളിൽ വേണ്ടത് 8 റണ്ണ്. 8 റണ്ണ്. ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട ഒരു ഫൈനലാണിത്. 2 പന്തിൽ വേണ്ടത് 8 റണ്ണ്. അരക ഫോമിൽ സ്ട്രൈക്കിൽ അലി. ഷാരിഖ് ബൗൾ ചെയ്യുന്നു. അടുത്ത പന്ത് സ്ട്രൈക്കിലോട്ട് ഒരു ഷോട്ട്. ഫീൽഡർ അനീഷ് ഫീൽഡ് ചെയ്യുന്നു. സ്ട്രൈക്ക് എടുക്കുന്നു അലി. സ്ട്രൈക്ക് മാറുന്നില്ല.
സ്ട്രൈക്ക് മാറുന്നില്ല. ഇനി ഒരു പന്തിൽ വേണ്ടത് 8 റണ്ണാണ്. ആര് വിജയിക്കും ഇനി പന്തിൽ വേണ്ടത് 8 റണ്ണാണ്. ബൗളർ വൈഡ് എറിയുമോ? 6 അടിക്കുമോ? എന്തൊരു ഫൈനലാണിത്. ആവേശകരമായ അലിയുടെ അത്യുജ്വല ബാറ്റിങ്ങിനും യോക്കി റോയൽസിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വാശിയേറിയ മത്സരത്തില് അറേബ്യൻ കിങ്സ് സൺഡേ ബാഷ് ക്രിക്കറ്റിന്റെ കപ്പ് നേടുന്നു. യാസിർ, ഷീനു, റഊഫ്, ഗിരിധർ എല്ലാം ആവേശകരം. ഇത്രയും മനോഹരമായ, ഇത്രയും ഫൈറ്റ് ഉണ്ടായ ഒരു മത്സരം എവിടെയാണ് കാണാൻ കഴിയുക? അലിയുടെ മികവാർന്ന അത്യുജ്വല ബാറ്റിങ്ങിനും യോക്കി റോയൽസിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്തൊരു ബാറ്റിംഗ് ഇത്, എന്തൊരു ബാറ്റിംഗ്! നല്ലൊരു ആവേശം നിറഞ്ഞ ഫൈനലിന് സമാപനം. നല്ല ബൗളിംഗ്, നല്ലൊരു ബാറ്റിംഗ്, ഇത്രയും ഫൈറ്റിനുള്ള, ഇത്രയും മനോഹരമായ ആവേശം. അവസാന ബോൾ വരെ വാരി വിതറിയ ഫൈനൽ മത്സരം. ആവേശം. അവസാന ഓവർ എറിഞ്ഞ ബൗളറാണ് ഷാരിക. 7 റൺസിന്റെ അത്യുജ്വല വിജയം അറേബ്യൻ കിങ്സിന്. വാശിയേറിയ മത്സരമായിരുന്നു. ഉണ്ണി മുകുന്ദൻ ഇന്ന് നല്ല ബൗളിങ്ങും ബാറ്റിങ്ങും, നല്ലൊരു ബൗളിംഗ് ആയിരുന്നു. അതുപോലെ പ്രണവ് യോക്കി റോയൽസിന് വേണ്ടി നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. അത്യുജ്വല ഫൈനല്, ഇത്രയും ആവേശം നിറഞ്ഞ ഒരു ഫൈനല് ടെന്നീസ് ക്രിക്കറ്റില് ഈ ഉമ്മുൽ ഖുയിന്റെ മണ്ണിൽ ആദ്യമായിട്ടായിരിക്കാം. നല്ലൊരു ഓവർ നിർണായക സമയത്ത് 2 ഓവറിൽ 29 വേണ്ടെടുത്ത് വെറും 9 റൺസ് വിട്ടുകൊടുത്ത് രോഹിത്. ഇതർ ദേക്കോ പഞ്ചാബിന്റെ താരം രഞ്ജി ട്രോഫി താരമാണ്. നിർണായക സമയത്ത് 2 വിക്കറ്റുകൾ നേടി വെറും 9 റൺ മാത്രമാണ് വിട്ടുകൊടുത്തത്. സൺഡേ ബാഷ് ക്രിക്കറ്റ് ടൂർണമെന്റ് 16 ടീമുകൾ പങ്കെടുത്ത ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമായിരുന്നു ഇന്ന്. ഏറ്റുമുട്ടിയത് അറേബ്യൻ കിങ്സ് യുഎഇ റോയൽസ് തമ്മിലായിരുന്നു മത്സരം. ആദ്യം വിളിക്കാൻ പോകുന്നത് ഇന്നത്തെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കിയ പ്ലെയറെയാണ്. ഫൈനൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി റൌഫ് പുന്നകലിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആരായിരിക്കും എന്ന് ഗസ് ചെയ്യാമോ ആർക്കെങ്കിലും? 19 പന്തുകളിൽ 60 റൺസ്, 43 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയിരുന്നു ഗിരിധർ അറേബ്യൻ കിങ്സിന് വേണ്ടി. ഇനി നമുക്ക് ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഫീൽഡർ അവാർഡ് സോബിൻ. ക്ഷണിക്കുന്നു. സോബിൻ അറേബ്യൻ കിങ്സിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ബാറ്റർ ഈ ടൂർണമെന്റിൽ ഉടനീളം നല്ലൊരു പെർഫോമൻസുമായി അറേബ്യൻ കിങ്സിന് വേണ്ടി നല്ല സ്കോർ ചെയ്ത ജോമിയാണ് ഈ അനീഫെ ക്ഷണിക്കുന്നു. അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി അനീഫെ ക്ഷണിക്കുന്നു. ബെസ്റ്റ് ബാറ്റർ അവാർഡ് ഏറ്റുവാങ്ങുന്നു ജോമി. അനീഫ സ്റ്റാറ്റസ് ഇട്ട് പറയാൻ എനിക്ക് കിട്ടിയിരുന്നു. അടുത്തത് ബെസ്റ്റ് ബൗളർ ഈ ടൂർണമെന്റിലെ ഇന്ന് ഫൈനൽ കളിച്ച 2 ടീമുകളിലെ ഒരു ടീമിലെ പ്ലെയർ ആണ് യുഎഇ റോയൽസിന്റെ ഉണ്ണി. ഇന്ന് ഫൈനലിൽ ഒരു വിക്കറ്റും മേഡിൻ ഓവറും എറിഞ്ഞിരുന്നു. രജനീഷ് ഭായി ക്ഷണിക്കുന്ന അവാർഡ് നൽകുന്നതിന് വേണ്ടി. ബെസ്റ്റ് ബൗളർ 11 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിരുന്നു. ഇനി ഈ ടൂർണമെന്റിലെ MVP അവാർഡിന് അർഹനായിരിക്കുന്നത് ഇന്ന് ഫൈനൽ കളിച്ച ടീമിലെ ഒരു പ്ലെയർ തന്നെയാണ്. അത് നൽകുന്നതിന് വേണ്ടി അഭിഷേകിനെ ക്ഷണിക്കുന്നു. അവാർഡിന് അർഹരായിരിക്കുന്നത് ജോമി. മോസ്റ്റ് വാല്യൂഡ് പ്ലെയർ ജോമി അറേബ്യൻ കിങ്സിന്റെ താരമാണ്.
ഇനി റണ്ണേഴ്സ് അപ്പ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇന്നത്തെ ഫൈനൽ മത്സരത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവസാന ബോൾ വരെ ആവേശകരമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് അറേബ്യൻ കിങ്സ് 226 അടിച്ചു. അവസാന ഓവറിൽ വേണ്ടത് 20 റൺസ് ആയിരുന്നു. അവസാനം 3 പന്തുകളിൽ 10 ആയിരുന്നു. അലി നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു അവസാന നിമിഷത്തിൽ കാഴ്ചവെച്ചത്. പിന്നെ 2 പന്തുകളിൽ 8 റൺസ്. അവസാന ഓവർ എറിഞ്ഞിരുന്നത് ഷാരിഖായിരുന്നു. പക്ഷേ അവസാനം ആവേശകരമായ ആ മത്സരത്തിന്റെ വിജയം അറേബ്യൻ കിങ്സിനായിരുന്നു. 7 റൺസിന്റെ അത്യുജ്വല വിജയം. ഇവിടെ റണ്ണേഴ്സ് അപ്പിന് വേണ്ടി റണ്ണേഴ്സ് അപ്പ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൊടുക്കുന്നതിന് വേണ്ടി ഷഹീൻ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റണ്ണേഴ്സ് അപ്പ് യുഎഇ റോയൽസ് ക്യാപ്റ്റൻ നിഖിൽ. ആവേശകരമായ ഈ ഫൈനലിൽ കപ്പിന് അർഹമായ അറേബ്യൻ കിങ്സ് കൊടുക്കുന്നതിന് വേണ്ടി യാസറിനെ ക്ഷണിക്കുന്നു. വിന്നേഴ്സായ അറേബ്യൻ കിങ്സിന്റെ ക്യാപ്റ്റൻ അഭിഷേക്. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ചാമ്പ്യന്മാരായിരിക്കുന്നു അറേബ്യൻ കിങ്സ്. പങ്കെടുത്ത എല്ലാ ടീമുകളും ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അറേബ്യൻ കിങ്സിന്റെ രജനീഷിനെ ക്ഷണിക്കുന്നു. വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫൈനലിൽ എത്തണ്ട വിജയിക്കാൻ. അത് വേണ്ട.